ഇത്രയും ബഹുമാന്യനും ആദരണീയനുമായ സെൻറ് ജോൺസ് മാർത്തോമാ ഇടവകയുടെ വികാരി ബിനു എബ്രഹാം അച്ഛൻ, നീതു കൊച്ചമ്മ, സെൻറ് ജെയിംസ് മാർത്തോമാ ഇടവകയുടെ വികാരി ബഹുമാന്യനായ സാജനച്ചൻ, ഇന്ന് ഈ ഗാനസന്ധ്യയെങ്കിൽ ഗാനത്തിന് നേതൃത്വം നൽകുന്ന ഗായകസംഘം, അതിന് പരിശീലനവും നേതൃത്വവും നൽകുന്ന ബഹുമാന്യനായ PT വർഗീസ്, മിസ്റ്റർ സ്റ്റാൻലി, ജൂനിയർ കൊയറിൻ്റെ നേതൃത്വം വഹിക്കുന്ന മിസ്റ്റർ ബിന്നി ആൻഡ് മിസ്റ്റർ വിനീഷ്, 110 പേരിലധികം സംഘം ചേർന്ന് ഒരുമിച്ച് ഗാനങ്ങൾ ആരംഭിക്കുന്ന ഗായക സംഘം, ഇടവയുടെ ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, കർത്താവിൽ പ്രിയമുള്ള ഏവരുമേ, ജീവിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ രാത്രി സമയം അറിയിക്കട്ടെ. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുകയും മനോഹരമായ ഗാനങ്ങളിലൂടെ ക്രിസ്തു ജനനത്തിൻ്റെ സന്തോഷങ്ങളെ പങ്കിടുകയും അത് പ്രസ്താവിക്കുകയും ചെയ്യുന്ന ഈ നല്ല രാത്രിയിൽ സെൻറ് ജോൺസ് മാർത്തോമാ ഇടവക കുടുംബത്തോടുകൂടെ ചേർന്ന് ഈ ഗാന ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി നൽകിയ അസുലഭമായ ഈ സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവകൃപയിൽ ആശ്രയിക്കുകയും ദൈവിക ശക്തിയിൽ ശരണപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിച്ച് ദൈവിക സാക്ഷ്യത്തിനു വേണ്ടി ഈ ദേശത്ത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ ക്രിസ്മസ്, യേശുക്രിസ്തുവിൻ്റെ ജനനം നമുക്കേവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനവും മാത്രമല്ല, ജീവിതത്തിൻ്റെ പ്രത്യാശയ്ക്ക്, ജീവിതത്തിൻ്റെ ശിഷ്ട ജീവിതത്തിന് അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരത്തക്കവണ്ണം അതിടയാകുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു സമൂഹമായി നിലനിൽക്കുമ്പോൾ ക്രിസ്തു ജനനത്തിൻ്റെ ആഴമുള്ള അർത്ഥങ്ങളെ ഗ്രഹിച്ചും ദൈവസ്നേഹത്തിൻ്റെ ഊടും പാവും നെയ്ത് കർത്താവിൽ അനുഗ്രഹീത സാക്ഷ്യ ജീവിതങ്ങളായി ഈ മണ്ണിൽ നിലനിൽക്കേണ്ടതിനും കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയും ഈ ഗാന സന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ പരിശ്രമങ്ങളെയും അഭിനന്ദിക്കുകയും അവരുടെ ശ്രാന്ത പരിശ്രമങ്ങൾ ഫലകരമായി ഇന്ന് അവതരിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ അവരെ ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ സന്ധ്യയിലെ ചെറുധ്യാനത്തിനും ചിന്തയ്ക്കുമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. Gospel according to Saint Luke chapter 1 verses 26 following. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. 36 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ട് പോയി. തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ ജനനത്തിൻ്റെ സന്തോഷങ്ങളെ കൊണ്ടാടുന്ന ഈ മാസം കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് സെൻറ് ജോൺസ് കുടുംബമായി കൂടി വന്ന് തിരുപ്പിറവിയുടെ സന്തോഷങ്ങളെ പങ്കിടുന്നതിനും നിന്റെ ജനനത്തിൻ്റെ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരുക്കി നൽകിയ ഈ നല്ല സമയത്തിനായി നിനക്ക് നന്ദി. ഞങ്ങളുടെ കൂടിയവരെ പ്രസാദിക്കുന്ന ദൈവമേ, ഈ സന്ധ്യയെങ്കിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയുള്ളത് കൊണ്ട് നിനക്ക് നന്ദി. വചനത്തിന് മേങ്ങളിരിക്കുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ ആവശ്യമാകുന്ന കൃപയും ബലവും ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ.
കൃപയിൽ പൊതിയണമേ. ആദ്യ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ. Christmas is about God's willingness to shrink into a woman's body and a woman's willingness to stretch her body to receive God. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ ഒരമ്മയുടെ ഉദരത്തിലേക്ക് ചുരുങ്ങിയതും ഒരു ദൈവത്തെ തൻ്റെ ഉള്ളിൽ സ്വീകരിപ്പാനായി ഒരമ്മ, ഒരു സ്ത്രീ, ഒരു വനിത തൻ്റെ ശരീരത്തെ തന്നാലാവോളം വിശാലമാക്കിയതിൻ്റെയും ചരിത്രമാണ് നമ്മോട് പറയുന്നത്. ഈ രാത്രിയിൽ നാം ഒരുമിച്ച് കൂടി ഗാഡ്സ് ഗ്ലോറിയസ് കിങ്ഡം എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്ധ്യയിലെ ധ്യാനങ്ങളെയും ഗാനശുശ്രൂഷയും മുൻപോട്ട് നയിക്കുമ്പോൾ ഈ രാത്രി നമ്മോട് പറയുന്നത് എന്ത് ചോദിച്ചാൽ, ഇറ്റ്സ് അബൌട്ട് ഷ്രിങ്കിങ് ആൻഡ് സ്ട്രെച്ചിങ് ഓർ ഷ്രിങ്കിങ് ആൻഡ് എക്സ്പാൻഡിങ്. ചുരുങ്ങുന്നതിനെക്കുറിച്ചും വിശാലമാകുന്നതിനെക്കുറിച്ചും വളരുന്നതിനെക്കുറിച്ചുമാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോൾ അതെങ്ങനെയാകണം, എപ്രകാരമാകണമെന്നുള്ള ചിന്തകളിൽ നമുക്ക് ആദ്യം ലഭിക്കുന്ന ഉത്തരം ഇറ്റ്സ് അബൌട്ട് ഷ്രിങ്കിങ് ആൻഡ് എക്സ്പാൻഡിങ്. എങ്ങനെയാണ് ദൈവം ഈ ലോകത്തിൽ നമ്മോട് ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം തനിക്കാവോളം ചുരുങ്ങി ചെറുതായി ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് അവനാവോളം ചെറുതാകുവാനായി അവൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ ദൈവം പൂജാതനാകുവാൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ജനതയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ നാം എങ്ങനെയാണ് എൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷങ്ങളിൽ നാം പ്രതികരിക്കേണ്ടത് എന്നുള്ളത് വളരെ സംഗതമായിട്ടുള്ള ചോദ്യമാണ്. ഗ്ലോറിയസ് കിങ്ഡം എന്ന ധ്യാന വിഷയത്തിൽ അടിസ്ഥാനപ്പെട്ട് നാം ഒരുമിച്ച് ചിന്തിച്ച് മുന്നേറുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിലും ദൈവിക രാജ്യത്തിൻ്റെ കെട്ടുപണിയിലും ഞാനും നിങ്ങളും ഒരുപോലെ പങ്കാളികളായി തീരുവാൻ ഒരുക്കപ്പെടുന്ന ഈ സന്ധ്യയെങ്കിൽ സാധ്യമാകേണ്ടത് നമുക്കാവോളം വികസിച്ച് വളരുവാൻ സാധ്യമാകുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴികളിൽ, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ക്രമങ്ങളിൽ ഞാനും നിങ്ങളും വികസിച്ച് വളരേണ്ട ക്രമം? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധാപൂർവം നോക്കുമ്പോൾ 3 കാര്യങ്ങളാണ് അത് നമ്മോട് പറയുന്നത്. എങ്ങനെയാണ് ഒരാൾ ഈ ലോക ജീവിതത്തിൻ്റെ ക്രമങ്ങളിൽ വികസിച്ച് വിശാലമായി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളേണ്ടതിന് രൂപപ്പെടേണ്ടതെന്നുള്ളത് വളരെ അർത്ഥവത്തായ രീതിയിൽ വിശുദ്ധ കന്യാമറിയാമിൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധ ലൂക്കോസ് രചിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനം. 1, ബി ദ ടെനൻസ് ഓഫ് ഗാഡ്സ് ഡ്വെല്ലിംഗ്. നാം വളർന്ന് വിശാലമാകേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൂടാരങ്ങളായി ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നതിലൂടെയാണ്. 28-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മറിയയ്ക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവം നിന്നോട് കൂടെ എന്നുള്ള സന്ദേശമാണ്. ദൈവിക അരുളപ്പാടിൻ്റെ തുടർച്ചയായിട്ടാണ് വിശുദ്ധ ലൂക്കോസ് തൻ്റെ 2-ാമത്തെ ചരിത്രം ആരംഭിക്കുന്നത്. ആദ്യം സെക്കരിയാവിന് നൽകുന്ന അരുളപ്പാടിൻ്റെ തുടർച്ചയിൽ 2-ാമത്തെ ചരിത്രം അവനവിടെ രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ദൂതൻ കന്യക മറിയാമിൻ്റെ അടുക്കിലേക്ക് ചെന്ന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു കന്യകയായ പെൺകുട്ടിയോട് പറയുകയാണ്, ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ യാത്ര ചെയ്യുന്നത് ഒരു കന്യകയായ വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയിലേക്ക് ആണ് എങ്കിൽ അവൻ എത്തി നിൽക്കുന്ന ദേശമേത് എന്ന് ചോദിച്ചാൽ യെരുശലേമിൻ്റെ വടക്കേ ദേശത്തേക്കാണ് ഗബ്രിയേൽ ദൂതൻ എത്തി നിൽക്കുന്നത്. ഗലീല തീരത്ത് 2000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഗബ്രിയേൽ ദൂതൻ ചെന്നു നിന്ന് മറിയ എന്ന പെൺകുട്ടിയോട് പറയുകയാണ്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നസ്രത്ത് എന്ന പട്ടണത്തെ പറ്റിയുള്ള ചരിത്രകാരന്മാരുടെ ചിത്രീകരണം, ആ ദേശത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിച്ചാൽ അതത്ര മികച്ച ഒരു കാഴ്ചപ്പാടായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നഥനയേൽ ചോദിക്കുന്ന ചോദ്യമാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ജനം ചോദിക്കുകയാണ്, ഗലീലയിൽ നിന്നാണോ രക്ഷകൻ മശിഹ വരുന്നത് എന്നുള്ള ചോദ്യം. അത്ര പ്രാധാന്യമല്ലാത്ത, പ്രധാനമില്ലാത്ത, അത്ര പ്രൊമിനന്റ് അല്ലാത്ത ഒരു ദേശത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് വിശുദ്ധ ലൂക്കോസ് എന്ന സുവിശേഷകൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇൻ എ ലാൻഡ് ഓഫ് നോ പ്രൊമിനൻസ് there is a lady with God's preference. അത് കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ സ്ത്രീ എങ്ങനെയാണ് പ്രസക്തയായി മാറുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് വസിക്കുന്ന, കർത്താവിൻ്റെ സാന്നിധ്യം വസിക്കുന്ന, കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ചരിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഈ കാലത്ത് വളരെ സംഗതമായിട്ടുള്ള ചോദ്യമാണ്. വചനം നമുക്ക് നൽകുന്ന ഉത്തരമെന്ത് എന്ന് ചോദിച്ചാൽ, നാം കൂടാരമാകുന്നു എന്ന ഉത്തരമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നാം വായിക്കാറുണ്ട്, കൂടാരമാകുന്ന ഭവനം ഒഴിഞ്ഞു പോയാൽ we are the tenants of God's dwelling. നശ്വരമായ ഈ കൂടാരത്തിൽ ഞാനും നിങ്ങളും ആരെയാണ് പാർപ്പിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ഉടലിൽ, നമ്മുടെ ശരീരത്തിൽ പാർക്കുന്നത് ആരാണ്? Is it God or ourselves? ദൈവമാണോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, അതോ നാമാണോ നമ്മുടെ ഉള്ളിൽ വസിച്ചു കൊണ്ടിരിക്കുന്നത്? Who is living in our perishable body? Is it our thoughts, our emotions and our experience? Is it our personality, our character and our identity? Or is it our hopes, dreams and desires? Or are we the temple of God? നമ്മൾ ദൈവത്തിൻ്റെ കൂടാരങ്ങളായി മാറുവാൻ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് സാധ്യമാകുന്നുണ്ടോ? വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 3:16 ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനോട് ചേർത്ത് വായിക്കേണ്ട വാക്യം ഇതാണ്, നസ്രയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം വസിക്കുന്ന ഒരു പെൺകുട്ടി. പ്രിയവിശ്വാസ സമൂഹമേ, ദൈവരാജ്യത്തിൻ്റെ മഹത്വകരമായ സ്ഥാപനത്തിനും പ്രവർത്തനത്തിനും ഞാനും നിങ്ങളും പങ്കാളികളായി തീരുമ്പോൾ ഇന്ന് അനിവാര്യമായിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, വി നീഡ് ടു ബി ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൂടാരങ്ങളായി നാം മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും നമുക്ക് പങ്കാളിയായി തീരുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസ് കന്യക എന്ന് പറയുന്ന പദത്തിന് ഉപയോഗിക്കുന്ന പദം പാന്തനോസ് എന്ന ഗ്രീക്ക് പദമാണ്. പാന്തനോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാന്തനോസ് എന്ന ഗ്രീക്ക് പദം രൂപപ്പെട്ട് വരുന്നത്. പാന്തനോൺ എന്ന പദത്തിന് ഏതൻസിലുള്ള അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ പാന്തനോൺ, കന്യക എന്ന് വിശുദ്ധ കന്യാമറിയാമിനെ ഗബ്രിയേൽ ദൂതൻ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായ മറിയമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ രാത്രിയിൽ ഈ ഗാനസന്ധ്യയ്ക്ക് ശേഷം, ഈ വചനകേൾവിക്ക് ശേഷം ഞാനും നിങ്ങളും ഈ ആലയം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ 25-ാം തീയതി സമാഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ സന്ദേശങ്ങളിലേക്ക്, സന്തോഷങ്ങളിലേക്ക്, ആനന്ദങ്ങളിലേക്ക്, ഉത്സവങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ഉടൽ ദൈവത്തെ സ്വീകരിക്കുന്ന, ദൈവത്തെ ഉൾക്കൊള്ളുന്ന, ദൈവം പാർക്കുന്ന കൂടാരമായിട്ടില്ല എങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിനോ വളർച്ചയ്ക്കോ പങ്കാളികളായി തീർന്നുകൊണ്ട് നിലനിന്ന് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ഇത് നമ്മോട് പറയുന്നുണ്ട്. ദൈവം ചുരുങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഈ മണ്ണിൽ നാം വികസിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കൂടാരങ്ങളായി വികസിച്ച് വർധനവ് പ്രാപിപ്പാനായിട്ട് സാധിക്കണം. രണ്ടാമത് ഈ ഭാഗം നമ്മോട് പറയുന്ന ചിന്ത എന്ത് എന്ന് ചോദിച്ചാൽ, നാം എങ്ങനെയാണ് വികസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ബൈ ക്യാരിയിങ് ദ മാർക്സ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയുടെ അടയാളങ്ങളെ ഉടലിൽ വഹിച്ചുകൊണ്ട് വേണം നാം വികസിച്ച് വളരുവാനായിട്ട് സാധ്യമാകേണ്ടത്.
ഇവിടെ 30-35 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നീ ആര് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യം എന്ത് എന്ന് ചോദിച്ചാൽ, നീ എന്തിന് എന്നുള്ള ചോദ്യമാണ്. ജീവിതം എന്തിനാണ് എന്ന ചോദ്യം. ജോലി ചെയ്യേണ്ടതിന്, ജീവിക്കേണ്ടതിന്, വരുമാനങ്ങളെ വർദ്ധിപ്പിക്കേണ്ടതിന്, വസ്തുവകകളെ കൈവശപ്പെടുത്തേണ്ടതിന്, സമൃദ്ധമായൊരു ഭാവിയും തലമുറയ്ക്ക് വേണ്ടിയുള്ള സ്വരുക്കൂട്ടിലും സമ്പാദിച്ചു ശേഖരിക്കേണ്ടതിനാണോ ഈ ജീവിതം? ഇവിടെ ഒരു ചോദ്യം ഇവിടെ ഇങ്ങനെ ഇവിടെ ശേഷിക്കുകയാണ്. ഇവിടെ കാണുന്ന വ്യത്യാസം എന്താ എന്ന് ചോദിച്ചാൽ, ഗബ്രിയേൽ ദൂതൻ കന്യക മറിയാമിനോട് വിളിക്കുന്നത് ഇങ്ങനെയാണ്, കൃപ ലഭിച്ചവളെ എന്നുള്ളതാണ്. 2 മാനങ്ങളാണ് കൃപ ലഭിച്ചവളെ എന്ന പദത്തിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഹൈലി ഫേവേർഡ് ബൈ ഗാഡ്, ദൈവത്തിന് പ്രിയപ്പെട്ടവൾ. മറ്റൊന്നുകൂടിയുണ്ട്, ഹൈലി ഫ്ലേവേർഡ് ബൈ ഗാഡ്, ദൈവത്താൽ രുചികരമാക്കപ്പെട്ട ജീവിതം. എന്തു ചെയ്താലും എങ്ങനെ ചെയ്താലും ദൈവത്തിന് പ്രിയപ്പെട്ടതും, എവിടെ പോയാലും എങ്ങനെ ജീവിച്ചാലും ദൈവത്തിൻ്റെ രുചി പകരുന്നതുമായ ജീവിതങ്ങളായി മാറ്റപ്പെടുവാനായിട്ട് സാധിക്കുക. ഇതാണ് ജീവിതം കൊണ്ട് സാധ്യമായി തീരേണ്ടത്. ഈ കാലത്തിൻ്റെ അനിവാര്യത അത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കന്യാമറിയാം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? The Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The power of the Most High will overshadow you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവിക ശക്തി പ്രവഹിക്കുന്ന, ദൈവിക ശക്തിയുടെ നിഴലിൽ നിലനിൽക്കുന്ന ജീവിതങ്ങളായി മാറുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ദൈവപ്പിറവിക്ക് ഞാനും നിങ്ങളും ഇടമൊരുക്കുവാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള 2ാമത്തെ കാര്യം. കാരിങ് ദ മാർക്സ് ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടെ അടയാളങ്ങളെ ഉള്ളിൽ വഹിക്കുക. ഉള്ളിൽ വഹിക്കേണ്ട അടയാളം മറ്റൊന്നല്ല. നാം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ കാണേണ്ട അടയാളം, പുറമേ കാണേണ്ട അടയാളം എന്ത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ബലപ്പെട്ടും അവൻ്റെ കൃപയുടെ തണലിൽ നിലനിന്നുകൊണ്ടും മുൻപോട്ട് ജീവിക്കുവാൻ സാധ്യമാകുക എന്നല്ലാതെ മറ്റൊന്നില്ല. ഈ ജീവിതയാത്രകളിൽ ഞാനും നിങ്ങളും തുടർ യാത്രികരായി നിലനിൽക്കുമ്പോൾ, ക്രിസ്മസിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒരുമിച്ച് പങ്കുചേരുമ്പോൾ, ദൈവം ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിയുടെ ഉദരത്തിലേക്ക് ചുരുക്കപ്പെടുമ്പോൾ, ഞാനും നിങ്ങളും വികസിച്ച് വർധനവ് പ്രാപിക്കേണ്ട ഒരു മണ്ണിൽ, ഒരു കാലത്താണ് ജീവിക്കുന്നതെന്ന് മറന്നു പോകരുത്. അവിടെ ഈ ജീവിതത്തിൻ്റെ രീതികളിൽ, ക്രമങ്ങളിൽ, ജീവിതയാത്രകളിലെല്ലാം നിറവോടും എരിവോടും കൂടെ നിന്ന് ദൈവത്തിൻ്റെ അടയാളങ്ങളെ, അവൻ്റെ കൃപയുടെ അടയാളങ്ങളെ ഉടലിൽ വഹിക്കുന്ന ദൈവിക കൂടാരങ്ങളായി രൂപാന്തരപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.